അപ്പം ഇനി നമ്മുടെ നാലാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഡെയിലി യൂസിനുള്ള ഒരു സാധനമാണ്, പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർക്ക്. അതെ, വീട്ടിൽ തന്നെ എങ്ങനെ നമുക്ക് ലെമൺ യൂസ് ചെയ്തിട്ട് ഡിഷ് വാഷ് ഉണ്ടാക്കാമെന്ന് ഇന്നത്തെ വീഡിയോ കാണിച്ചു തരുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. മെയിൻ ലെമൺ ആണ്, പിന്നെ വിനീഗറും ബേക്കിംഗ് സോഡയും. അതെ, അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും കാണുക. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമേ പറഞ്ഞാൽ പോലെ നമ്മൾ 2-3 വീഡിയോ ഇട്ടില്ലേ, ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി കണ്ടതാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കാണുന്ന എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 ലെമണാണ്. പിന്നെ ഒരു 3 ഓൾറെഡി നമ്മൾ യൂസ് ചെയ്ത് വെച്ച ലെമണിൻ്റെ തൊണ്ടും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ കുരു ഒന്നും നമുക്ക് കളയേണ്ട ആവശ്യമില്ല. കാരണം ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ഡിഷ് വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റെല്ലാം ഉപയോഗിക്കേണ്ടത് തന്നെയാണ്. അപ്പം ഇതാ ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് കുക്കറിലേക്ക് മാറ്റുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുരു ഒന്നും കളയേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്കൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിൽ മതി, അത് കുഴച്ച് ഇത് വേവുന്നതായിരിക്കും. അപ്പം നമ്മളിത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, ഇപ്പം ഇത് ഓരോന്നും വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുമ്പോഴും നമ്മളിതിൻ്റെ വെള്ളം കളയേണ്ട ആവശ്യമില്ല. വെള്ളം നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നീട് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ലെമൺ മാത്രം ഊറ്റിയെടുത്തിട്ട് നമുക്കിതിൻ്റെ വെള്ളം സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് തണിയാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചിട്ട് ഒരു പേസ്റ്റിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് അരച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ചായിട്ട് നേരത്തെ മാറ്റി വെച്ച ആ വെള്ളം ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ പേസ്റ്റിൻ്റെ രൂപത്തിലാണ് ഇപ്പോൾ നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം. ഇത് ഫുള്ളായിട്ട് നമ്മൾ അരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അരച്ചെടുക്കാൻ പോവുകയെന്ന്. അപ്പോൾ അരിച്ചെടുത്തിട്ടാകുമ്പോൾ നമുക്കിതുപോലെയാണ് ഉണ്ടാവുക. കണ്ടോ, ഇനി നമുക്ക് ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ആഡ് ചെയ്തിട്ടും പിന്നെയും ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം, നന്നായിട്ടൊന്ന് ഇളക്കണം. പിന്നെ നമുക്കിതിലേക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒരു 1/4 ഗ്ലാസ് മാത്രം മതി വിനീഗർ. കണ്ടോ, 1/4 ഗ്ലാസ് മാത്രം മതി വിനീഗർ. ഇനി അതും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് ഇനി ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ചാൽ, ബേക്കിംഗ് സോഡ ആഡ് ചെയ്താൽ നമ്മൾ ഇതൊന്ന് പൊന്തി വരും, നല്ലോണം പത വരും. കണ്ടോ, ഇതിപ്പോൾ നല്ലോണം പതച്ച് വരുന്നുണ്ട്. പിന്നെ മാത്രമല്ല, ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് നമ്മുടെ പാത്രത്തിലേക്ക് അടങ്ങിക്കൂടിയിരിക്കുന്ന ജേംസ് എല്ലാം പോകാൻ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ബേക്കിംഗ് സോഡ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ നല്ലോണം പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം, ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കിത് ബോട്ടിലേക്ക് മാറ്റും. ഇത് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് ഒരു ബോട്ടിലേക്ക് നമുക്ക് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ കെമിക്കൽ ഒന്നും ആഡ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കളറിൽ കിട്ടുന്നത്. സാധാരണ നമ്മൾ പുറത്തുനിന്നുള്ള കെമിക്കൽസൊക്കെ ആഡ് ചെയ്യും. അപ്പം നമ്മളെ ഹോം മെയ്ഡ് ഡിഷ് വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കിത് ഒഴിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് ശരിക്കും യൂസ്ഫുൾ ആണോ അല്ലയോ എന്ന്. ഇതിപ്പോൾ നമ്മൾ ലെമൺ യൂസ് ചെയ്തതുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ട്, ലെമണിൻ്റെ ഒരു സ്മെല്ലുണ്ട് ഡിഷ് വാഷിന്. അപ്പോൾ ഇത് മെഴുക്ക് പോകാൻ, ഇപ്പോൾ നമ്മൾ മീനൊക്കെ കഴിച്ച പാത്രമാണെങ്കിൽ അതൊക്കെ കഴുകിയാൽ ആ ഒരു സ്മെല്ലൊക്കെ പോവും. കണ്ടോ, അപ്പോൾ ഇത് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്കിത് വീട്ടിൽ നിന്നും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് എല്ലാവർക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.